പാകിസ്ഥാനിലെത്തിയത് അമേരിക്കയുമായി ചർച്ച നടത്താനല്ലെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി. ഇതോടെ അമേരിക്ക കൊമ്പൊടിഞ്ഞ് വീണ തരത്തിലുള്ള സ്ഥിതിയിലേക്കായി. വലിയ രീതിയിലുള്ള വീരവാദം മുഴക്കിയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ പാകിസ്ഥാൻ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ട്രൂത്ത് സോഷ്യലിൽ പ്രതികരിച്ചത്. അവരെത്തിയിരിക്കുകയാണ് തങ്ങളുമായിട്ട് ചർച്ച നടത്താൻ. തങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശ കാര്യങ്ങളൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ യുദ്ധവിരാമം ഉണ്ടാവും. ഈ തരത്തിലായിരുന്നു അമേരിക്കയുടെ പ്രതികരണം. എന്നാൽ ഇതിനൊന്നും മറുപടി ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായതേയില്ല. ഇറാൻ്റെ പ്രസിഡന്റോ വിദേശകാര്യമന്ത്രിയോ ബന്ധപ്പെട്ടവരോ ഇതിന് പ്രതികരണം നടത്തിയതേ ഇല്ല. തങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതും തങ്ങൾ സംഘമായിട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് നൽകിയത്. അതിന് പുറമെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധ കാര്യങ്ങളൊക്കെ തങ്ങളുടെ സഹ രാഷ്ട്രങ്ങളായിരിക്കുന്ന പാകിസ്ഥാൻ, ഒമാൻ, പിന്നെ റഷ്യ, ഈ രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യും എന്നുമാണ് പറഞ്ഞത്. വിവരം വളരെ പെട്ടെന്ന് വ്യാപകമായ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന JD വാൻസിനെയും മരുമകനായിരിക്കുന്ന കുഷ്നറെയും പെട്ടെന്ന് തന്നെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കാനുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോൾ അമേരിക്കയെ പേടിച്ചുകൊണ്ടാണ് ഇറാൻ എത്തിയിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കില്ല. സാമ്പത്തികപരമായ രീതിയിലും സൈനികമായിട്ടൊക്കെ തകർന്നിരിക്കുന്നു. ഈ തരത്തിലായിരുന്നു പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളുടെ പത്രങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ പത്രങ്ങളൊക്കെ പ്രതികരണം നടത്തിയത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത പരുവത്തിലായിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. തങ്ങളുടെ സൗഹൃദ രാജ്യമാണ് പാകിസ്ഥാൻ, അതോടൊപ്പം തന്നെ ഒമാനും അങ്ങനെയാണ്, അതോടൊപ്പം തന്നെ റഷ്യ അങ്ങനെയാണ്. ഈ 3 രാജ്യങ്ങളിലും സന്ദർശനം നടത്തുന്നതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിലെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി തങ്ങൾ ഒമാനിലേക്ക് പോകാനുണ്ട്. ഒമാൻ തങ്ങളുടെ സൗഹൃദ രാജ്യമാണ്, തങ്ങളുമായിട്ട് ഒരുപാട് വിഷയത്തിൽ ഇടപെട്ട രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ സൗഹൃദം ഞങ്ങളായിട്ടുണ്ട്. പിന്നീട് അടുത്തത് റഷ്യയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ്, നയതന്ത്ര രാജ്യമാണ്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും റഷ്യയുമായിട്ട് തങ്ങൾക്കുണ്ട്. അതിനാൽ അവിടെയും സന്ദർശിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇറാൻ തങ്ങളുടെ നിലപാടുകൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. അവർ പറയുന്ന കാര്യം പൂർണ്ണമായ രീതിയിൽ ഉപരോധം പിൻവലിക്കണം. തങ്ങളുടെ കടലതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട്, ഹോർമുസിൻ്റെ കടലതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപരോധം ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് അവിടെ കടലൊന്നുമില്ലല്ലോ. പിന്നെന്തിനാണ് അവിടെ ഉപരോധം ഏർപ്പെടുത്തുന്നത്? തങ്ങളുടെ കപ്പലിൽ പിടിച്ചെടുക്കുന്ന പ്രവർത്തികൾ എന്തിനു നടത്തുന്നു? ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വ്യവസ്ഥ പാലിക്കേണ്ടത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയ ആളല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് പാലിക്കുന്നില്ല? അതാദ്യം ചെയ്യട്ടെ. മാത്രമല്ല പിന്നീട് പറഞ്ഞത് പിടിച്ചു വച്ചിരിക്കുന്ന വിദേശ ഫണ്ട്, ഇറാൻ്റേതായിരിക്കുന്ന വിദേശ ഫണ്ട് പിടിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. അത് ഖത്തറിൻ്റെ ബാങ്കിൽ വരെ ഉണ്ട്. അത് തങ്ങൾക്ക് തിരിച്ചു നൽകണം. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ടാവുകയും വേണം. അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു കപ്പൽ കടന്നു പോവുകയാണെങ്കിൽ അവരിൽ നിന്ന് മാന്യമായ രീതിയിൽ ടാക്സ് വാങ്ങിയിട്ട് മാത്രമേ കടത്തി വിടൂ എന്നുള്ളത് ഞങ്ങളുടെ അധികാരമാണ്. അത് അധികാരം വകവെച്ച് തരണം. ഈ ഇറാൻ്റെ പിടിച്ചെടുക്കപ്പെട്ട കപ്പൽ തിരിച്ചു നൽകണം. അങ്ങനെ മുൻപ് പറയപ്പെട്ട നിർദ്ദേശങ്ങൾ അതിലൊന്നും കൂടി പറയുന്നുണ്ട്. അവരുടെ മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ മാത്രമേ നിർമ്മിക്കാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ദൂരപരിധി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് എന്ത് അധികാരം? നിങ്ങൾ മിസൈൽ നിർമ്മിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ വരച്ചിട്ട് ഇത്ര കിലോമീറ്റർ ദൂരമുള്ള മിസൈൽ മാത്രമേ നിർമ്മിക്കാൻ പറ്റൂ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്കും ഇടപെടാൻ പറ്റില്ല. അതിനുള്ള മറുപടി പറഞ്ഞത്. പിന്നെ ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞു. സമാധാന ആവശ്യത്തിന് വേണ്ടി തങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അത് തടയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അപ്പോൾ ഇവരുടെ വിഷയകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയുടെ നയത്തിനും നിലപാടിനും അനുസരിച്ച് ഇറാൻ നീങ്ങണം എന്നുള്ളതും സർവാധിപത്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് ക്രോഡീകരിക്കുന്ന സംവിധാനം ഒരുക്കണം എന്നുള്ളതുമാണ് അമേരിക്ക എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇറാൻ അതിന് മറുപടി പറയുന്നത്. ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ട് വീരവാദം പറയുന്ന ഒരു പ്രവൃത്തി സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുണ്ട്. ആദ്യം നമുക്ക് അതൊക്കെ സംസാരിക്കാം, നമ്മൾ അതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം എന്നെല്ലാം പറയും. അങ്ങനെ മേശപ്പുറത്തേക്ക് ചർച്ചയ്ക്ക് എത്തുന്ന സമയത്ത് പിന്നീട് അമേരിക്കയുടെ വീരവാദം, ഞങ്ങൾ 2ാം ലോക യുദ്ധത്തിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ,
പിന്നെ ഞങ്ങളുടെ കൈവശത്തിലുള്ള ഈ ആണവായുധം എത്രത്തോളം കാഠിന്യമുള്ളതാണ് ഉള്ളത് എന്നുള്ളത്. പല ലോകരാജ്യങ്ങളും ഞങ്ങൾ ഇടപെട്ടത് ഖത്തറിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ലിബിയയിലാണെങ്കിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വെനിസുലയുടെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ വീരവാദം പറയുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ 15 നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്, അത് പാലിച്ചുകൊണ്ട് യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അമേരിക്ക സാധാരണഗതി ചെയ്യാറുള്ളത്. അതിനൊന്നും ഞങ്ങൾ കിട്ടില്ല, ഞങ്ങൾക്ക് അതിനൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് യുദ്ധത്തിനോടാണ് താല്പര്യം, യുദ്ധത്തിലേക്ക് വരെ നമുക്ക് യുദ്ധം കൊണ്ട് നോക്കാം എന്നുള്ള മറുപടിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അടിയാണ് അമേരിക്ക കിട്ടിയത്. അമേരിക്ക ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. മാത്രമല്ല നിരന്തരം ഇങ്ങനെ സോഷ്യൽ ട്രൂത്തിലൂടെ പ്രചരണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ വാഗ്വാദം നടത്തുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മൗനം പാലിച്ച സമയത്ത് ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ഇതിപ്പോൾ അടിച്ച് ക്ലിയറാക്കി തരാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചു എന്ന് അമേരിക്ക വെറുതെ അഭിമാനം കൊണ്ടു. ഇറാൻ പറയുന്ന കാര്യങ്ങളാണ് സ്വപ്നങ്ങളിൽ നിന്ന് സ്വപ്നം കാണുക, സ്വപ്നം കാണുന്നതോടൊപ്പം അതിൽ നിന്ന് പുതിയൊരു സ്വപ്നം കാണുന്ന രീതിയാണ് ഇറാനെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ഇറാനെ പരാജയപ്പെടുത്തുക എന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്തും നടക്കാത്തൊരു സ്വപ്നമാണ് ഇപ്പോൾ അമേരിക്ക കാണുന്നത് എന്ന് ചുരുക്കം. തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ പരസ്യപ്പെടുത്തിയത്, അതായത് തങ്ങളുടെ ആയുധത്തെക്കുറിച്ച് പരമാവധി ആയുധം തങ്ങൾ പരസ്യപ്പെടുത്താറുണ്ട്, അതിൻ്റെ ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, മീഡിയ അടക്കമുള്ള സംവിധാനത്തിലൂടെ അത് പ്രചരിപ്പിക്കാറുണ്ട്. അത് മാത്രമേ നിങ്ങൾക്ക് അറിയൂ, അമേരിക്കക്കും ലോകത്തിനും അറിയുന്നത് ഞങ്ങൾ പ്രചരിപ്പിക്കുകയും പരസ്യപ്പെടുത്തുകയും ചെയ്ത ആയുധങ്ങളെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ അതിനേക്കാളും മാരകമായിരിക്കുന്ന, ഇതുവരെ കാണാത്ത, കേൾക്കാത്ത, മനസ്സിലാക്കാത്ത അത്രയും കഠിനമായിരിക്കുന്ന ആയുധങ്ങൾ ഞങ്ങളുടെ ഗോഡൗണിൽ ഉറങ്ങുന്നുണ്ട്. അവരിപ്പോൾ വിശ്രമിക്കുകയാണ്, ഞങ്ങൾ അവരെ പുറത്തിറക്കും. അതുകൊണ്ട് തന്നെ അത് ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യത്തെ 2025 ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം 70% ഇറാൻ്റെ മിസൈൽ ഞങ്ങൾ തകർത്തിരിക്കുന്നു, കുറച്ച് ശതമാനമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് രാജ്യത്തിന് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. പറഞ്ഞ് 24 മണിക്കൂർ കഴിയുന്നതിൻ്റെ മുൻപ് തന്നെ മിസൈലുകളുടെ പെരുമയാണ് ഇസ്രായേൽ തലസ്ഥാനമായ തെല്ലവീവ് കേന്ദ്രീകരിച്ചുകൊണ്ട് പെയ്തിറങ്ങിയത്. അതോടുകൂടി പത്രക്കാരും മീഡിയക്കാരും ഇസ്രായേൽ സർക്കാരിനോട് ചോദിച്ചു, നിങ്ങളല്ലേ ഒക്കെ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത്? അതിന് മറുപടി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അതെന്താ, ഞങ്ങൾ പഠിച്ചു വരട്ടെ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇറാൻ്റെ മരുഭൂമി പോലെയുള്ള അല്ലെങ്കിൽ തായ്വാരം പോലെയുള്ള മർമ്മപ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്ന എയർപോർട്ടുകളും ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും സംവിധാനങ്ങളും മിസൈലിൻ്റെ കൂട്ടങ്ങളെയും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് അറിയാത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മേഖല കേന്ദ്രീകരിച്ച് നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ട് അഭിമാനം കൊണ്ട് ഞങ്ങൾ തകർത്തിരിക്കുന്നു, പൊളിച്ചിരിക്കുന്നു, നശിപ്പിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം നടുപൊടിഞ്ഞിരിക്കുന്നു എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആ പ്രവൃത്തിയിലൊന്നും എന്ത് ചെയ്യില്ല, ഇറാൻ പ്രതികരിക്കില്ല. ഇറാൻ ഏറ്റവും ഒടുവിലാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അവർ നശിപ്പിച്ചതൊക്കെ തങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റാണ്. മനുഷ്യരെ പോലും, അതായത് സൈനികരെ പോലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. അങ്ങനെ 100കണക്കിന് സൈനികരെ കൊലപ്പെടുത്തിയതെന്ന്. ഈ 100കണക്കിന് സൈനികർ ഊതി വീർപ്പിച്ച ബലൂൺ പോലെയുള്ള പ്ലാസ്റ്റിക് സംവിധാനമാണ്. അത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയിട്ടുണ്ട് അമേരിക്കക്കും ഇസ്രായേലിനും. അതുകൊണ്ടാണ് ഈ നാശവും നഷ്ടത്തെക്കുറിച്ച് ഞാൻ വലിയ കണക്കുകളൊക്കെ അവർ അവതരിപ്പിക്കുന്നത്, പറയുന്നത്. എന്നാൽ ഇറാൻ അതിന് പ്രതികരിക്കാതെ നിൽക്കുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമാണ് എന്ന് ലോകം വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഗുഡൻസ് മനസ്സിലായത്. ഈ തന്ത്രപരമായിരിക്കുന്ന യുദ്ധമാണ് ഇറാൻ നടത്തുന്നത്, അതിന് മുൻപിൽ അമേരിക്ക മിസൈൽ തോറ്റുപോകുന്നു എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, യഥാർത്ഥത്തിൽ അമേരിക്കയെ ഇറാൻ കബളിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പറ്റിക്കുകയായിരുന്നു. അമേരിക്കയാണെങ്കിൽ പറ്റിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഒരു നാണക്കേട് മായ്ക്കാൻ വേണ്ടിയിട്ട് വഴികളും മാർഗങ്ങളും തേടുന്ന തിരക്കിലാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.